അതിക്രമത്തിന്റെയും നടുക്കുന്ന ക്രൂരതകളുടെയും ഒടുവിലത്തെ ഇര. 35 വയസ്സിനിടെ അസ്മയുടെ 5ാം പ്രസവമായിരുന്നു ഇന്നലെ. അതും ആശുപത്രിയിലല്ല, മലപ്പുറം ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ. അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് ഭർത്താവ് സിറാജുദ്ദീന് സഹിക്കില്ല. ആദ്യ 2 പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു. 3ാമത്തെയും 4ാമത്തെയും കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അസ്മ പ്രസവ വേദന വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി. അന്നൊന്നും അനങ്ങിയില്ല സിറാജുദ്ദീൻ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വന്നേക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സിറാജുദ്ദീനെ കസ്റ്റഡിയിലെടുത്തു, അതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് ഇപ്പോൾ കേസെടുത്തേക്കുന്നത്. അല്ലാതിരുന്നാൽ ഇതുപോലൊരു കേസ് വന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ട് ഒരു 6 മാസം അല്ല 4 മാസം ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കേസായിരുന്നു. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീന്റെ ആ ടൈമിൽ ഉണ്ടായിരുന്ന സ്വഭാവം തന്നെയാണ്. കാരണം ഭാര്യ മരണപ്പെടുമെന്നുള്ള അവസ്ഥ വന്നിട്ടും രക്തം വാർന്നിട്ട് ഇങ്ങനെ ഒലിച്ചു പോകുന്ന ടൈമിൽ പോലും അത് കണ്ടില്ലെന്ന രീതിക്ക് വെച്ചു. മരണപ്പെടുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ ഇത്രയും കോംപ്ലിക്കേഷൻ ആണ് ഭാര്യക്ക് സംഭവിക്കുന്നത് അറിഞ്ഞിട്ട് പോലും വീട്ടുകാരെ ഒന്നും അറിയിച്ചില്ല. പിന്നീട് മരണപ്പെട്ടതിന് ശേഷം തന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് 5 പേരെ വിളിച്ചിട്ട് ആ മയ്യത്ത് ഒരു പാഴയിൽ കെട്ടിയിട്ട് വണ്ടിയിലേക്ക്, ആംബുലൻസിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ ഇതാരാ മരിച്ചെന്നുള്ളത് സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഇതിലൊക്കെ ഒരു ദുരൂഹതയുണ്ട്. ഇദ്ദേഹം കരുതിക്കൂട്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തതാണോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഈ പ്രസവം കഴിഞ്ഞേക്കുന്നതിന്റെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ, അതൊക്കെ കുഴിച്ചിട്ട സ്ഥലവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവര് നോക്കുന്നുണ്ട്. പോലീസുകാർ അതൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവർ കുഴിച്ചിട്ടേക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടോ കുഴിച്ചതിൽ നിന്നൊക്കെ ഉള്ളത്, എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ശരിക്കും പറഞ്ഞ സംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സിറാജുദ്ദീൻ ചെയ്തേക്കുന്നത്. 5ാമത്തെ പ്രസവവും കൂടി ഇപ്പോൾ 5 മക്കളായി. ഈ 5 മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉമ്മയെ നഷ്ടപ്പെടുത്തി. അത് മാത്രമല്ല, ഈ ഉമ്മ നഷ്ടപ്പെടുന്നതോടുകൂടി അതിന്റെ കുറ്റവും പേറിയിട്ട് ഈ ഉപ്പയും കൂടി, ആ മക്കളെ ജനിപ്പിച്ച തന്തയാണല്ലോ ഇത്. അപ്പോ എന്തായാലും ഉപ്പ തന്നെ. അപ്പൊ ഈ ഉപ്പയെ കൂടി ആ മക്കൾക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ചില മനുഷ്യന്മാരുണ്ട്, ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ചില കാടത്തമുള്ള മനുഷ്യന്മാരുണ്ട്, ആൺവർഗങ്ങള്. അപ്പൊ അതിൽപ്പെട്ട ഒരുത്തൻ തന്നെയാണ് ഈ സിറാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു ഉസ്താദാണെന്ന് പറയുന്നു. ഉസ്താദുമാരുടെ ധർമ്മം എന്താണെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല. മനുഷ്യന്മാർക്കുള്ളൊരു ചെറിയൊരു ഗുണം പോലും ഇദ്ദേഹത്തിൽ ഇപ്പൊ കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്താ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? കാരണം ഒരു ഭാര്യയെയോ മക്കളെയോ ഒന്നിനും വിടാതെ, ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ വീടിനുള്ളിൽ തന്നെ ഒരു കെട്ടിയിട്ട് വളർത്തുന്ന പോലെ ഭാര്യയെയും മക്കളെയും ഒക്കെ അങ്ങ് വളർത്താം. ഈ നാട്ടുകാർക്ക് കൂടി അറിയുന്നില്ല ഇവരാരാണെന്നോ, അല്ലെങ്കിൽ എത്ര മക്കളുണ്ടെന്നോ, വൈഫ് അതായത് ഈ അസ്മ, മരണപ്പെട്ടുപോയ അസ്മ ഗർഭിണിയാണെന്നോ ഒന്നും ആർക്കും അറിയില്ല. അങ്ങനെ അടച്ചു വെക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒതുക്കി വെക്കേണ്ട കാര്യമാണോ ഈ പ്രസവം അല്ലെങ്കിൽ ഗർഭിണി എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ടെന്ന് തന്നെയാണ് ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഈ ഉസ്താദ് എന്ന് പറയുന്ന സിറാജുദ്ദീൻ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധവും, ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ ഇവരൊക്കെ ഒരു ഉസ്താദിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുമോ? ഉസ്താദുമാർക്കെല്ലാം നാണക്കേട ഇതുപോലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോ. ഇതിനെ ഉസ്താദ് എന്ന് നമുക്ക് പറയണ്ട. ഉസ്താദ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് കൂടി നാണക്കേടാന്നുണ്ട് ഉസ്താദ് എന്ന് പറയുന്നില്ല. സിറാജുദ്ദീൻ. ഇപ്പൊ ഭാര്യമാർ, ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാർ, എന്താ ഭർത്താവ് പറയുന്നത് അത് തന്നെ ശരിയെന്നും പറഞ്ഞ് മൂളി കേൾക്കുന്ന ആളുകളുണ്ട്. അത് ഇന്നും അതങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭർത്താക്കന്മാരെ അനുസരിക്കണം, നല്ല രീതിയിൽ അനുസരിക്കണം. പക്ഷെ അവര് പറയുന്ന എല്ലാ കാടത്തങ്ങളും സഹിച്ചൊരു അടിമയെ പോലെ നിൽക്കണം. എന്റെ മകള് ഒരു അടിമയെ പോലെയാണ് അവന്റെ മുന്നിൽ നിൽക്കുന്നല്ലേ കഴിയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാല് ഈ വീട്ടുകാരും അത് ഒന്നും ശ്രദ്ധിക്കാതെ അതവരുടെ ജീവിതമാണ്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കണോ? ഇപ്പൊ ഈ പ്രസവവും കാര്യങ്ങളൊക്കെ വീട്ടുകാർ അറിയിച്ചിട്ടുണ്ടാവില്ലേ? ഗർഭിണിയാണെന്നൊന്നും അറിയിച്ചിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലേ ഈ വീട്ടുകാർ? എന്തുകൊണ്ട്? ഇത്രയും കാടനും ഇത്രയും ക്രൂരനുമായിട്ടുള്ള ഇവനെ പേടിച്ചിട്ടോ? അപ്പൊ സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ സ്വന്തം മകളുടെ ജീവന് ഒരു വാല്യൂം കൽപ്പിക്കുന്നില്ലേ? ഈ വീട്ടുകാരും എന്തേ ഒന്നും തിരിഞ്ഞു നോക്കാതെ, ഒന്നും ശ്രദ്ധിക്കാതിരുന്നത്? ഈ 4 മക്കളെയും ഈ പ്രസവത്തിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഒരു സഹായത്തിന് പോലും എന്തേ ഒരാൾ പോലും അവിടെ വന്ന് നിന്നില്ല? അല്ല ഒരു ഉമ്മയെങ്കിലും ഒന്ന് നിൽക്കണ്ടേ? അല്ല ഇനി ഉമ്മയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? വിളിച്ച് കോണ്ടാക്ട് ചെയ്യാറില്ലേ? ഒരു ഫോൺ പോലും കൊടുക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് മകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ടൈമിൽ വീട്ടുകാരും വാവൂട്ടി അനങ്ങാതിരിക്കുകയാണ് ചെയ്തത്. ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ദുരൂഹതയുണ്ട്. പിന്നീട് ഈ അസ്മയുടെ മയ്യത്ത് കൊണ്ടുവരുന്ന ടൈമിൽ
വീട്ടുകാരെ പോലും വിളിച്ചറിയിട്ടില്ല. സഹോദരന്റെ അളിയനെയൊക്കെ വിളിച്ചിട്ടാണ് അറിയിച്ചത്. അവരാണ് വീട്ടിൽ പറഞ്ഞത്. ആ പറയുന്ന ടൈമിൽ ഒരു കൂളായിട്ട്. ഇപ്പൊ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, തെളിവെടുപ്പിന് അയക്കാനില്ല എന്തിനു കൊണ്ടുവരുമ്പോ ഒരു ഭാര്യ മരണപ്പെട്ടു പോയ ഒരു ദുഃഖം പോലും ആ മുഖത്ത് കാണാനില്ല. നല്ല കൂളായിട്ട് പെരുമാറുന്നു. അപ്പൊ ഇദ്ദേഹം ഇതിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കേസിലൊന്നും തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം നല്ല കൂളായിട്ട് പുറത്ത് ഇറങ്ങി വരും. അത് കഴിഞ്ഞാൽ ഈ 4 മക്കളെ അല്ലെങ്കിൽ 5 മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വീണ്ടും വേറൊരു പെണ്ണുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ഉസ്താദല്ലേ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആണ്, ഇത്രയും കാലം വന്നേക്കുന്ന വാർത്തയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തെളിവും ഇല്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം. അങ്ങനെ കഴിക്കുന്ന ടൈമിൽ നശിക്കാൻ പോകുന്ന വേറെ പെണ്ണിന്റെ കൂടി ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ഉപ്പ എന്ന് പറയാനോ ഭർത്താവ് എന്ന് പറയാനോ ഒന്നുമുള്ള ഒരു അർഹതയുമില്ല. ഇനി ഈ മക്കള് പോലും അദ്ദേഹത്തിന്റെ കൈവശം സുരക്ഷിതരല്ല എന്നതിന് നമുക്കൊക്കെ പറയാനുള്ളത്. കാരണം ഇത്രക്കും സ്ട്രിക്റ്റ് ആയിട്ട് മക്കളെയൊക്കെ നിയന്ത്രിക്കണം. പക്ഷെ ഇതുപോലെ കർശനമായിട്ട് തന്റെ ഭാഗം മാത്രം കേട്ടാ മതി, ബാക്കിയുള്ളവര് മക്കളുടെ അയക്കാനും ഭാര്യയുടെ അയക്കാനും ഒരു ഇഷ്ടത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഒന്നും വില കൊടുക്കാത്ത മനുഷ്യനെ ഒന്നും ഒരിക്കലും ഒരു ഭർത്താവായിട്ടോ അല്ലെങ്കിൽ മക്കളുടെ ഉപ്പയായിട്ടോ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. ഇനി ഈ മക്കളും പോകെ വളരുന്നതിനനുസരിച്ചിട്ട് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം താല്പര്യം മാത്രം, ഒരു സെൽഫിഷ് മൈൻഡ് അങ്ങനെയുള്ള മനുഷ്യൻ തന്നെയാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ചിട്ടയിൽ വളരുന്നുണ്ടെങ്കിൽ ആ മക്കൾ പോലും നല്ല രീതിയിൽ വളരാൻ തോന്നുന്നില്ല. ഇപ്പൊ 4 പ്രസവിച്ചിട്ട് ആ പ്രസവത്തിന്റെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാം. 5ാമത്തെ പ്രസവം ഡോക്ടർ വരെ പറയുന്നുണ്ട് 5ാമത്തെ പ്രസവം കുറച്ച് കോംപ്ലിക്കേഷൻ തന്നെയാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ ആയിപ്പോയിന്. ഇപ്പോ അസ്മയുടെ ജീവിതം എന്ന് പറയുന്നത് ആർക്കും ശരിക്കും അറിയില്ല. ആരോട് ചോദിച്ചാലും ആർക്കും ഒന്നും അറിയുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ മടബൂർ കാഫില എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇദ്ദേഹം ഒരു യഥാർത്ഥ ഉസ്താദായിരുന്നു എനിക്കതിൽ കാണാൻ വേണ്ടിയൊന്നും പറ്റുന്നില്ല. അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യം അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലുള്ള ആളുകൾ തന്നെയാണ് ഈ സമുദായത്തെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്നത്. ഇതുപോലുള്ള ആൾക്കാരുടെ മുഖം മൂടി ശരിക്കും പറഞ്ഞാൽ പുറത്ത് അറിയുക തന്നെ ചെയ്യണം. ഇപ്പൊ പല ആളുകളും പല കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. കാരണം പ്രസവത്തിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മരിച്ചു പോകുന്ന ഓരോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ടൈമില് മരണപ്പെട്ട് കഴിഞ്ഞാലും ആ വീട്ടുകാർ ആ പെണ്ണിനെയും കുട്ടിയെയും രക്ഷപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ അതിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് അയക്കാനും അതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. 5ാമത്തെ പ്രസവം കോംപ്ലിക്കേഷൻ എന്നൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും മരിക്കാൻ വേണ്ടി ഇട്ട പോലെയായി. അല്ലെങ്കിൽ ഒരു ചെറിയൊരു രക്തസ്രാവവും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ആരെങ്കിലും വിളിച്ച് വിവരം അറിയിക്കാം, ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാം. അതൊന്നും ചെയ്തില്ല. ഈ 3 മണിക്കൂറോളം വേദന കടിച്ചമർത്തിയിട്ട് ഈ രക്തം വാർന്ന് പോകുന്നതൊക്കെ കണ്ടിട്ടും സഹിച്ചു നിന്നില്ല. ഏത് ഭർത്താവിനെ സഹിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും? അത്രയും ക്രൂരനായതുകൊണ്ടല്ലേ ഇങ്ങനെ സഹിച്ചൊക്കെ നിന്നത്. ഈ 4 മക്കൾ ഇത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ആ മക്കൾക്ക് ഒന്ന് വാവിട്ട് കരയാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ദുഷ്ടൻ തന്നെയാണ്, ഒരു കാടനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം ചിലപ്പോ ഇത്തരം ഒരു വിധി ആ അസ്മ എന്ന് പറയുന്ന യുവതിക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. 35 വയസ്സിൽ 5ാമത്തെ പ്രസവം. ഭാര്യയോട് ഒരു തെല്ല് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രസവം തീർച്ചയായും അവര് ഒരിക്കലും വീട്ടിൽ നിന്നാക്കില്ല. ഇതുപോലുള്ള സ്വഭാവ ദൂഷ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണിനെയും കൊടുക്കാൻ വേണ്ടി പാടില്ല ഭാര്യയായിട്ട്. ഒരു മക്കളുടെയും ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു വീട്ടുകാരും ഇതുപോലെ നിൽക്കാൻ വേണ്ടി പാടില്ല. ഇത്തരം ഒരു ദുരവസ്ഥയില് ആ പെൺകുട്ടിയെ നോക്കാനോ പരിചരിക്കാനോ ഇവൻ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാരും കർശനമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം അവരെടുക്കണമായിരുന്നു. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും കുടുംബത്തിൽ എവിടെയെങ്കിലും ഇതുപോലെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കമന്റ്സ് ഞാൻ ഒന്ന് വായിച്ചു തരാം. ആ കമന്റ്സും കൂടി കണ്ടപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു, കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും പുറത്തറിയുന്നില്ല. പുറത്തറിയുന്ന ടൈം ആകുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ജീവനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ മുന്നിൽ കാണുന്ന ടൈമിലെങ്കിലും വീട്ടുകാരെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. സ്വന്തം മക്കളല്ലേ, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മക്കളല്ലേ, അവരിങ്ങനെ കൊലക്ക് കൊടുക്കണം. ഇവിടെ വന്നൊരു കമന്റ് ഞാൻ വായിച്ചു തരാം. എന്റെ ഫ്രണ്ടിന്റെ ബ്രദർ ഇതുപോലെ ഒരു അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. അവരുടെ വൈഫിന്റെ 3 ഡെലിവറീസ് അവർ തന്നെയാണ് എടുത്തത് വീട്ടിൽ വെച്ച്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. അവരൊക്കെ എന്താ ഇങ്ങനെ വിഡ്ഢിത്തം കാട്ടുന്നത് എന്ന് അത്ഭുതമാണ്. എന്റെ ഫ്രണ്ട് ഞങ്ങളോടൊക്കെ ഇത് വലിയ സന്തോഷത്തിലാണ് എന്താ പറയാന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എല്ലാ പ്രസവത്തിലും ഇതുപോലെ നടക്കാം എന്ന് പറയുന്നില്ല, പക്ഷെ ഇതുപോലെ നടക്കുന്നുണ്ട്. ഇതുപോലെ നടക്കാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് ഈ സാഹചര്യത്തില് അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലില് ഇനിയിപ്പോ പോകാൻ വേണ്ടിയിട്ട് പണമില്ലാത്തവരാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അതിനുള്ള സജ്ജീകരണം ഒക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്തുള്ള ഈ മന്ത്രിച്ചോദല്, അതുപോലെ തന്നെ വീട്ടിൽ നിന്നുള്ള പ്രസവം, അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഇനിയെങ്കിലും ഒന്ന് ബുദ്ധിയോടെ ചിന്തിക്കുക.
എല്ലാ ആളുകളും മദ്രസ വിദ്യാഭ്യാസം ഒക്കെയുള്ള ആളുകളാണ്. പക്ഷെ ചില ആളുകൾക്ക് എന്താണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു അസുഖം, ഒരു പനിയായാലും വന്നാൽ പോകാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും ഇല്ല, വളരെ ദൂരമായിരിക്കും. ആ ടൈമിലാണ് ഖുർആനിൽ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ട് അത് ഷിഫയാക്കുന്നത്. അങ്ങനെയുണ്ട്. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് അത്യാധുനിക സൗകര്യങ്ങളുണ്ട്. അപ്പൊ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യാതെ ഞാൻ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്. പ്രത്യേകിച്ച് ഈ പ്രസവം പോലുള്ള കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് പടച്ച പടപ്പിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രസവം എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രസവം എന്ന് പറയുന്നത് മരണതുല്യമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. ഈ പ്രസവ വേദന എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അറിയാൻ വേണ്ടി പറ്റും, പുരുഷന്മാർക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി പറ്റില്ല. 1 പ്രസവിച്ചില്ല, 2 പ്രസവിച്ചില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എണ്ണി അങ്ങനെ പോവുകയോ ചെയ്യാം. പക്ഷെ സ്ത്രീ അങ്ങല്ല. ആ പ്രസവിക്കുന്ന ടൈമിലുള്ള വിഷമതകളും കഷ്ടപ്പാടും ഒക്കെ ഒരു സ്ത്രീക്കേ അറിയുള്ളൂ. അപ്പൊ ഇനി തന്റെ ഭർത്താവ് ഒരു മോശമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഏതൊരു സ്ത്രീ ആയിക്കഴിഞ്ഞാലും എനിക്ക് വീട്ടിൽ നിന്ന് പ്രസവിക്കാനാവില്ല എന്ന് തന്നെ ഉറപ്പിച്ചങ്ങ് പറയാ. എന്റെ ജീവൻ പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടും ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഒരിക്കലും കൂട്ടു നിൽക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും സ്വന്തം മക്കളുടെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ മാതാപിതാക്കളും കൂടി കാണിക്കണം. ഇനിയും ഈ കേസിൽ കുറെ അധികം തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സിറാജിനോടൊപ്പം ആരെങ്കിലും കൂട്ടുപ്രതിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് മലപ്പുറം SP തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും ചുരുളഴിഞ്ഞിട്ട് അസ്മയ്ക്ക് നീതി തന്നെ ലഭിക്കട്ടെ. പക്ഷെ ഏറ്റവും അധികം നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം 5 മക്കൾ അനാഥരായിപ്പോയി. ഇപ്പൊ അവരിപ്പോ യത്തീം മക്കളെ കൂട്ടായി. ഉമ്മയില്ല. ബാപ്പയാണെങ്കിൽ ഉമ്മ മരണപ്പെട്ട കുറ്റത്തില് ഇപ്പൊ ജയിലിലാ ഉള്ളത്. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ വളരെയധികം വേദന തോന്നിപ്പോകുന്നത്, സങ്കടമായി പോകുന്നത്. പക്ഷെ ഈ ഉപ്പയുടെ കരങ്ങളിലാണ് ഇനിയും ആ മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ മക്കളുടെ ജീവിതവും സേഫാന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെയധികം വേദനയോട് കൂടിയല്ലാതെ ഈ വാർത്തയൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഒരു പെണ്ണ് അത്രയധികം വേദന സഹിച്ചിട്ട് മരിക്കുക, രക്തം വാർന്നു പോയിട്ട് മരിക്കുക, ആ ചോരക്കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈ 4 മക്കളെയും നോക്കിക്കൊണ്ട് ആ പെണ്ണ് മരണസമയത്ത് എത്രയധികം വേദന സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കാനാവുന്നില്ല.